അവൻ എത്രയോ പരിശുദ്ധനാണ്, അവൻ എത്രയോ മഹോന്നതനാണ്. എല്ലാ സ്തുതികീർത്തനങ്ങളും അല്ലാഹുവിലേക്കാണ്. എല്ലാ പദാനങ്ങളും പാടിപ്പകറ്റുന്നത് പടച്ച റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. അല്ലാഹുവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നമ്പുരാനെ. അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ തിരുക്കാഴ്ചകൾ പറയുന്നു. അല്ലാഹുവേ എന്തിനാണ് നിന്നെ സ്തുതിക്കുന്നതെന്നറിയുമോ? 5 നേരം പള്ളിയിലൂടെ ബാങ്ക് വിളിക്കുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് വലിയവൻ, നീയാണ് വലുത്, നിന്നേക്കാൾ വലുത് മറ്റൊരാളില്ല തമ്പുരാനെ. അല്ലാഹുവേ നീയാണ് ആദി, നീയാണ് അനാദി, നിന്റെ തുടക്കത്തിനൊരാരംഭമില്ല തമ്പുരാനെ, നിന്റെ ശേഷിപ്പിനൊരവസാനമില്ല തമ്പുരാനെ. അല്ലാഹുവേ നീ പരാശ്രയരഹിതനാണ്, നിനക്കൊരു സഹായിയില്ല, നിനക്ക് തുല്യനില്ല, നിനക്ക് സാദൃശ്യമില്ല, നീ ഏകനാണ്. അല്ലാഹുവേ അല്ലാഹുവേ എല്ലാ തിരുമുൾ കാഴ്ചകളും നിന്റെ മുമ്പിലേക്കാണ്. 5 നേരം ബാങ്ക് വിളിക്കുമ്പോ, ബാങ്ക് വിളിച്ചു പള്ളിയിൽ നമസ്കാരം നിർവഹിച്ച് കഴിയുമ്പോ വിശ്വാസിയുടെ ചുണ്ടുകൾ മന്ത്രിക്കുകയാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. എന്തിനാണ് ഇതെങ്ങനെ വിളിച്ചു പറയുന്നതെന്നറിയുമോ? അത് പടച്ച തമ്പുരാന്റെ ഗതികേട് കൊണ്ടല്ല, പടച്ച റബ്ബിന്റെ ഗതികേട് കൊണ്ടല്ല. ഏതോ മനസ്സിന് അർബുദം ബാധിച്ച ആരൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചതുപോലെ അത് പടച്ച തമ്പുരാന്റെ ഗതികേട് കൊണ്ടല്ല. പിന്നെന്തിനാണ് നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നതെന്നറിയുമോ? അല്ലാഹുവേ ബിയദിഹിൽ മുൽക്കു, എല്ലാ അധികാരവും നിന്റെ കയ്യിലാണ്. അല്ലാഹുവേ നമ്മളെ പോലെ പാരായണം ചെയ്യുന്ന തബാറക സൂറത്തിന്റെ ആദ്യത്തെ വരിയുടെ അർത്ഥമാണ് ഞാൻ പറയുന്നത്, ഏറെ പറയുന്നതിലല്ല. ഇന്ന് വഅല് കഴിഞ്ഞ് അവസാനിക്കുമ്പോ പറയണ കബീർ വാക്കവയുടെ വഅല് കേട്ട് സൂറത്തുൽ മുൽക്കിന്റെ ആദ്യത്തെ 2 ആയത്ത് ഞങ്ങൾ പഠിച്ചെന്ന് പറയണം. ഈ ഖുർആൻ പഠിക്കേണ്ടതല്ലേ? ഇത് ഗവേഷണം ചെയ്യേണ്ടതല്ലേ? ഇതിന്റെ പരമപ്രധാനമായ പ്രഖ്യാപനങ്ങളിലൂടെ നമ്മുടെ മനസ്സൂളിയിടേണ്ടതല്ലേ? അല്ലാഹുവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നത് എന്തിനെന്നറിയോ? ബിയദിഹിൽ മുൽക്കു, എല്ലാ അധികാരവും നിന്റെ കയ്യിലാണ് തമ്പുരാനെ, എല്ലാത്തിന്റെയും കടിഞ്ഞാണ് നിന്റെ കയ്യിലാണ്. അല്ലാഹുവേ ഈ സൂര്യനെ പടച്ച തമ്പുരാനെ, ചന്ദ്രന് നിലാവ് കൊടുത്ത അല്ലാഹുവേ, അല്ലാഹുവേ അല്ലാഹുവേ കിഴക്ക് നിന്ന് സൂര്യനെ ഉദിപ്പിച്ചത് നീയാണ്, പടിഞ്ഞാറതിനെ അസ്തമിപ്പിച്ചത് നീയാണ് തമ്പുരാനെ. അല്ലാഹുവേ നീയാണ് കടലിന് തിരമാലയെ കൊടുത്തത്, നീയാണ് കുരുവിയെ കൂടുകെട്ടാൻ പഠിപ്പിച്ചത്, നീയാണ് കുയിലിന് മധുരനാദം നൽകിയത്, നീയാണ് ഈ ഭൂമിയെ പടച്ചത്, നീയാണ് ആകാശത്തെ വിരിപ്പ് പോലെ വിരിച്ചിട്ടത്, നീയാണ് പർവ്വതങ്ങളെ നാട്ടി നിർത്തിയത്, നീയാണ് കടലിന്റെ ഉള്ളിലൂടെ മീനിന് ഊളയിടാൻ പഠിപ്പിച്ചു കൊടുത്തത്. ജനിച്ച ഉടനെ പശുക്കുട്ടിയോട് നിന്റെ മാതാവിന്റെ അകിടിന്റെ ഉള്ളിൽ നിനക്ക് പാലുണ്ടെന്ന് ബോധം കൊടുത്ത അല്ലാഹുവേ, എങ്ങനെയാണ് പ്രസവിച്ച ഉടനെ ആട്ടിൻകുട്ടി അതിന്റെ തള്ളയുടെ ആടികരിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നത്? ആരാണ് വഴി പറഞ്ഞു കൊടുത്തത്? ഗൂഗിൾ മാപ്പ് കൊടുത്തതല്ലോ, ആരാണ് ഇതിന് ബോധനം കൊടുത്തത്? ജനിച്ച ഉടനെ തള്ള പശുവിന്റെ അകടിലേക്ക് കൊച്ചു പശുക്കുട്ടിയെ പറഞ്ഞു വിട്ട തമ്പുരാനെ, നീയാണ് അല്ലാഹുവേ എല്ലാം സൃഷ്ടിച്ചത്, കാറ്റ് വീശിച്ചത് നീയാണ് തമ്പുരാനെ. ഉപ്പാന്റെ മുതുകിന്റെ അടിയിൽ നിന്ന് മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് കൊണ്ടുപോയി എനിക്ക് സൃഷ്ടിപ്പ് തന്ന അല്ലാഹുവേ, എന്നെ സൃഷ്ടിച്ച തമ്പുരാനെ. അല്ലാഹുവേ നിനക്ക് തുല്യനില്ല, എന്റെ ഹൃദയത്തിന് സ്പന്ദനം തന്ന തമ്പുരാനെ. എന്റെ ഹൃദയം 1 മിനിറ്റിന്റെ ഉള്ളിൽ 70 പ്രാവശ്യം സ്പന്ദിക്കുന്നുണ്ട്. ആ കണക്ക് പ്രകാരം ഒരു ദിവസം 1,00,000 പ്രാവശ്യം എന്റെ ഹൃദയം സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 60 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയം, ആ ഹൃദയം എങ്ങനെ സ്പന്ദിക്കുമ്പോ അവന്റെ ശരീരത്തിന്റെ രക്തക്കുഴലുകളിലൂടെ രക്തം പ്രവഹിക്കുന്നുണ്ട്. 60 വയസ്സ് വരെ ജീവിച്ചിരുന്ന മനുഷ്യന്റെ ശരീരത്തിലൂടെ 10,000 എണ്ണ ടാങ്കറിന്റെ ഉള്ളിലുള്ള എത്രത്തോളം രക്തം കൊള്ളുമോ അത്രത്തോളം വെള്ളം, അത്രത്തോളം രക്തമാണ് 60 വയസ്സ് വരെ ഒരു മനുഷ്യന്റെ ശരീരത്തിലൂടെ കടന്നു പോവുക. അല്ലാഹുവേ അല്ലാഹുവേ ഉമ്മാന്റെ ഗർഭാ
ഗർഭാശയത്തിൽ കിടന്നപ്പോ 4-ാം മാസത്തിൽ എന്റെ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങിയാണ്. 40 വർഷം കഴിഞ്ഞു. ഇതേവരെ ഒരു മിനിറ്റിൽ കൃത്യമായി 70 പ്രാവശ്യം, ഒരു ദിവസം 1,00,000 പ്രാവശ്യം. അല്ലാഹുവേ, എന്റെ മാത്രമല്ല അബ്ദുൽ ലത്തീഫ് സാഹിബിന്റെ, അബൂബക്കർ സാഹിബിന്റെ, ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഇതേ സമയത്തിരിക്കുമ്പോഴും ഇപ്പോഴും നമ്മുടെ ഹൃദയം സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 600 കോടിയോളം വരുന്ന ജനങ്ങളുടെ ഹൃദയം ഇത്ര കൃത്യമായ കണക്കോടുകൂടി സ്പന്ദിക്കുന്നവനെ തമ്പുരാനെ, അല്ലാഹുവേ അല്ലാഹുവേ, ബിയദിഹിൽ മുൽക്കു, നിന്റെ കയ്യിലാണ് അധികാരം ഇരിക്കുന്നത് അല്ലാഹുവേ. അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നത് തമ്പുരാനെ. അല്ലാഹുവേ, നീ ഇല്ലാതെ ഭൂമിയില്ല, നീ ഇല്ലാതെ ആകാശമില്ല, നീ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ച ലോകത്തിന് നിലനിൽപ്പില്ല തമ്പുരാനെ. ബിയദിഹിൽ മുൽക്കു, നിന്റെ കയ്യിലാണ് അധികാരമുള്ളത്. അധികാരം നിന്റെ കയ്യിലാണ് റബ്ബേ. തൂത്തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ. നീ ഉദ്ദേശിക്കുന്ന കയ്യേറിലാണ് അധികാരം കൊടുക്കുക. നീ നിനക്കുന്ന സമയത്ത് അത് തിരിച്ചെടുക്കാൻ നിനക്ക് കഴിവുണ്ടല്ലാഹുവേ. ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം ഒരാളുടെ കയ്യിൽ. എന്തിനാണ് മോനെ നിരാശപ്പെടുന്നത്? ഇരുകാലിയുടെ പേരിൽ 2 കാലിയായ പെഹ്ലൂഖാനെ തല്ലിക്കൊണ്ട, പെഹ്ലൂഖാൻ എന്ന് പറയുന്ന നിരപരാധിയുടെ നിലവിളി കേട്ട മണ്ണിനാണ് കഴിഞ്ഞ ആഴ്ചത്തെ രാജസ്ഥാൻ ഉപതെരഞ്ഞെടുപ്പിൽ ഫാസിസത്തിന് കാലിടറിപ്പോയത്. അവിടെയാണ് ജനാധിപത്യ ചേരികൾ വിജയിച്ചത്. 4 കാലിയുടെ പേരിൽ ഇരുകാലിയെ തല്ലിക്കൊന്ന പെഹ്ലൂഖാന്റെ നിലവിളി കേട്ട് കരഞ്ഞു പോയ മണ്ണിനാണ് ഫാസിസത്തിന്റെ ശവക്കുഴി തോണ്ടിയത്. ഈ അധികാരം അവൻ ഇച്ഛിക്കുന്ന കയ്യിലാണ് വെച്ചു കൊടുക്കുക. അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് അവരുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്ത് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാൻ കഴിയുന്നതും അല്ലാഹ്. കണ്ടെന്നിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുവനെ തണ്ടിലേക്ക് നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മണ്ണന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. ഇന്നത്തെ ദരിദ്രൻ നാളത്തെ ലക്ഷാധിപതി, ഇന്നത്തെ കോടിപതി നാളത്തെ പരമദരിദ്രന് എല്ലാം ആരുടെ കയ്യിലെന്നറിയോ? ബിയദിഹിൽ മുൽക്കു, ഇതെല്ലാം നിന്റെ കയ്യിലാണ് തമ്പുരാനെ. നീയാണ് സൂര്യനെ ചലിപ്പിച്ചത്, നീയാണ് ചന്ദ്രനെ ഉദിപ്പിച്ചത്. 156 വർഷത്തിനൊരിക്കൽ 1.5 നൂറ്റാണ്ടിന്റെ ഇടയിൽ സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും ഒരേ നേർരേഖയിൽ കൊണ്ടുവന്നത് നീയാണ് അല്ലാഹ്. സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്തെങ്കിലുമൊക്കെ പഴയ വർത്തമാനം പറഞ്ഞ് തിരിഞ്ഞു പോകാനല്ല ഈ വിനീതൻ എഴുതിച്ചു നിന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം നടത്തത്. 156 വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ചന്ദ്രനും സൂര്യൻ ഒരേപോലെ നേർരേഖയിൽ വന്നത്. എന്തിനാണങ്ങ് വന്നതെന്നറിയുമോ? കിഴക്ക് നിന്ന് സൂര്യനെ ഉദിപ്പിച്ച റബ്ബേ, പടിഞ്ഞാറ് അസ്തമിപ്പിച്ച റബ്ബേ, നീ സൂര്യനൊരു ഭ്രമണപഥം വരച്ചു കൊടുത്തിട്ടുണ്ട്, ചന്ദ്രന് നീ ഒരു ഭ്രമണപഥം വരച്ചെടുത്തിട്ടുണ്ട്. വൽഖമറ ഖദ്ദറനാഹു മനാസില ഹത്താ അദഖൽ റുജൂനുൽ ഖദീർ. അല്ലാഹുവേ അല്ലാഹുവേ, എന്തിനാണ് ഈ സൂര്യനും ചന്ദ്രനും നേരെ വന്നത്? ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു കൊടുക്കട്ടെയോ? മംഗലാപുരത്തേക്ക് പോകുന്ന റെയിൽ പാളത്തിൽ നിങ്ങൾ പോയാൽ മംഗലാപുരം റെയിൽ പാളത്തിൽ ഒരേ സമയത്ത് 2 തീവണ്ടികൾ മുഖാമുഖം വന്നുവത്രേ. പിറ്റേ ദിവസം പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, റെയിൽവേ സ്റ്റേഷനിൽ എതിർ ദിശയിലേക്ക് പോകുന്ന 2 ട്രെയിനുകൾ മുഖാമുഖം വന്നു നിന്നുവത്രേ. ഭാഗ്യം കൊണ്ട് തലനാരിടയ്ക്കാണ് അപകടം നടക്കാതെ മാറിപ്പോയത്. പത്രത്തില് വാർത്ത വായിക്കാറില്ലേ? കേവലം 2 ട്രെയിനുകൾ 1/2 കിലോമീറ്റർ പോലും വലിപ്പമില്ലാത്ത 2 ട്രെയിനുകൾ പാളത്തിൽ മുഖാമുഖം വന്നാൽ പേടിച്ചു വിറച്ചു പോകുന്നവനെ, പേടിച്ചരണ്ടു പോകുന്ന മനുഷ്യ, അല്ലാഹു ചോദിക്കുകയാണ്, സൂര്യൻ എന്ന ഭൂമിയേക്കാൾ 35,000 ഇരട്ടി പിണ്ട വലിപ്പമുള്ള സൂര്യഗോളം, ഈ മഹാഭൂമിയും സൂര്യനും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വന്നപ്പോ എന്തിനാണത് വന്നതെന്നറിയുമോ? ചന്ദ്രഗ്രഹണം
ചന്ദ്രഗ്രഹണ നിസ്കാരം നിർവഹിച്ചത് എന്തിനാ? ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടന്നു വരട്ടെ. അള്ളാഹു പറയാണ്, എന്തിനാണ് സൂര്യഗ്രഹണം നടന്നത്, എന്തിനാണ് ചന്ദ്രഗ്രഹണം വന്നത്? ഇതെല്ലാം ഒരേ രേഖയിൽ വന്നത് എന്തിനെന്നറിയോ? വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫാ. അതൊക്കെ നിങ്ങളെ ഞാനൊന്ന് ഭയപ്പെടുത്താൻ ചെയ്തതാണ്. ആരാണ് പറയുന്നത്? അല്ലാഹ്. ഇവിടെ നോക്ക് നിങ്ങൾ, അല്ലാഹു പറയാണ്, ഞാനിതൊക്കെ ചെയ്തത് എന്തിനെന്നറിയോ? വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫാ. ഇതൊക്കെ നിങ്ങളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. എത്ര പേരാണ് പേടിച്ചത്? എത്ര പേര് പേടിച്ചു? പറയും നിങ്ങള്. ചന്ദ്രഗ്രഹണ നിസ്കാരമൊക്കെ എല്ലായിടത്തും നടന്നു. ഇവിടെ നിസ്കരിച്ച ഇല്ലേ? പള്ളിയില് ചന്ദ്രഗ്രഹണം നിസ്കരിച്ച ഇല്ലയോ? നിസ്കരിച്ചെന്നോ? ഇല്ലെന്നാ? നിസ്കരിച്ചു. എന്തിനാ നിസ്കരിച്ചേ? എന്തിനാ നിസ്കരിച്ചേ? ആ നിസ്കാരം മാത്രമല്ല, ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്. കബീർ ബാക്കവി പറയുന്നത് ഖുർആനാണ്. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയാ, വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫാ. ഇത് നിങ്ങളെ ഞാനൊന്ന് ഭയപ്പെടുത്താൻ ചെയ്തതാണ്. ഇനിയെങ്കിലും നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വാ. ഹറാമുകളോട് വിട പറയ്, മദ്യപാനത്തോട് വിട പറയ്, പലിശയോട് വിട പറയ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ അടുത്തുവാ. വാപ്പ മക്കളോട് പറയാറില്ല, മക്കളെ പേടിപ്പിക്കാൻ വേണ്ടി പോലീസ് വരുന്നുണ്ട് മോനെ, ഭൂതം വരുന്നുണ്ട് മോനെ. എന്തിനാണ്? അവനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഏറെ ഇഷ്ടമുള്ള അവൻ തന്നിലേക്ക് തിരിച്ചു വരാൻ ഒരു വാപ്പ കുഞ്ഞിനോട് പറയുന്നത് പോലെ അല്ലാഹു പറയാ, വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫാ. ഇതൊക്കെ അല്ലാഹു നിങ്ങളെ പേടിപ്പിക്കാൻ നൽകുന്നതാണ്. സഹോദരങ്ങളെ പേടിക്കണം. ഇതെങ്ങാനും ഒരേ ദിശയിൽ വന്നതൊന്ന് കൂട്ടിമുട്ടിയാൽ അത് ലോകാവസാനത്തിലേക്ക് നടന്നു പോവുകയാണ്. അതുകൊണ്ട് ഈ ഗോളങ്ങൾ ഒരേ പാളത്തിൽ വരുമ്പോ അള്ളാനെ നിങ്ങൾ പേടിക്കണേ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ്സമാഇ വൽ അർളി യമറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. അല്ലാഹു പറയാണ്, ഇങ്ങനെ എത്രയെത്ര അത്ഭുതങ്ങൾ ലോകത്ത് നിങ്ങൾ കണ്ടിട്ടും യമറൂന അലൈഹാ, അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ വഹും അൻഹാ മുഅ്രിദൂൻ, അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ യാതൊരുവിധ പേടിയില്ലാതെ നടക്കുകയാണല്ലോ. അല്ലാഹു സൂര്യചന്ദ്രനെ സൃഷ്ടിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരർത്ഥം കൂടി ഞാൻ മാറി പറഞ്ഞാൽ, ഒന്ന് നിങ്ങൾ നല്ല വല്ലാതെ ഒന്ന് ശ്രദ്ധിക്കുമോ? അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പേടിപ്പിക്കാൻ. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. വേറെ ഹദീസും ഖുർആനും ഒന്നും അല്ല, അത് ചിന്തിക്കാൻ അധികം സമയവും വേണ്ട. സൂര്യൻ എന്ന് പറയുന്നത് രാവിലെ ഉദിച്ചു വൈകുന്നേരം അസ്തമിക്കാറുണ്ട്, ഇല്ലേ? കാണാറുണ്ടോ രാവിലെ സൂര്യൻ ഉദിക്കുന്നത്? കാണാറുണ്ടോ? എഴുന്നേൽക്കൂല സമയത്തൊന്നും. രാവിലെ സൂര്യൻ ഉദിക്കുന്നത് കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്ത് വന്ന് തലയുടെ മുകളിൽ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്തിനാ സൂര്യാസ്തമയവും സൂര്യോദയവും? ഒന്ന് പറയും. സൂര്യൻ ഉദിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നതും വെറുതെ ഈ ആകാശത്തിന്റെ മുകളിൽ ഇങ്ങനെ ഉദിക്കുക അസ്തമിക്കുകയും ചെയ്യുന്ന എന്തിനാ? എത്ര നാളുകൊണ്ട് നമ്മൾ കാണുന്ന കാഴ്ചയാണിത്. എന്തിനാണിത്? അറിയില്ല. ഇച്ചിരി വെള്ളം തരികയാൻ പറ. അറിയില്ല. ഒരാൾക്ക് ജീവിതത്തിന് നന്നാവണമെങ്കിൽ സൂര്യനെ നോക്കിയാൽ മതി. ആരെ നോക്കിയാൽ മതി? വാള് പറയല്ല, വാള് കേൾക്കണ്ട, ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് നന്നാവണമെന്ന് ചെറുപ്പക്കാരെ ആഗ്രഹമുണ്ടോ? നിങ്ങൾ സൂര്യനെ നോക്കിയാൽ മതി. നിങ്ങൾ അന്തം വിട്ട് നോക്കാണ്. ഇപ്പം ഇയാളിപ്പോൾ എന്താ പറയണത്? ഞാൻ ഇങ്ങനെയൊക്കെ പറയൂ. അതാണ് എൻ്റെ ഒരു ശൈലി. എല്ലാവരും പറഞ്ഞത് തന്നെ പറയുന്നതിൽ നല്ലത്. 7 ദിവസം ആകുന്നുണ്ട്. എല്ലാവരും പറയുന്നതിന് നല്ല വേറിട്ടൊന്നും പറയലല്ലേ. ഞാനിന്ന് പറയുന്നത് സൂറത്തുൽ മുൽക്കിൻ്റെ 2 ആയത്താണ്. അപ്പോൾ കബീർ വാക്കവിയുടെ വാത് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? സൂറത്തുൽ മുൽക്കിൻ്റെ ആദ്യത്തെ 2 ആയത്ത് നന്നായിട്ട് പഠിച്ചു. ലാഭായില്ലേ? പിന്നെ ബാക്കി പഠിച്ചാൽ മതിയല്ലോ.
എപ്പോഴെത്തിയ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അള്ളാഹു സൂര്യനെ നൽകിയതെന്തിനാണ്? അള്ളാഹു ചന്ദ്രനെ നൽകിയതെന്തിനാണ്? സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൽ അൽബാബ്, ഇതിൽ ചിന്തിക്കുന്നവർക്ക് ദിട്ടാന്തമുണ്ട്. എന്തിനാണ് അള്ളാഹു സൂര്യനെ നൽകിയതെന്നറിയോ? രാവിലെ സൂര്യോദയം നടക്കുമ്പോൾ അത് നമ്മുടെ സൂര്യോദയത്തിന് നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ട്. രാവിലെ സൂര്യൻ ഉദിക്കുകയാണ്, കിഴക്കന്റെ ചക്രവാളത്തിൽ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ഇരുട്ടിൽ നിന്ന് സൂര്യൻ മെല്ലെ മെല്ലെ ഉയർന്നു വരികയാ. പൊന്നുമോനെ, അത് നിന്റെ ജനനമാണ്. ഇരുട്ടിന്റെ ഉള്ളിൽ നിന്ന് മെല്ലെ മെല്ലെ സൂര്യൻ വെളിയിലേക്ക് വരുമ്പോ ഉമ്മാന്റെ ഗർഭാശയം എന്ന ഇരുട്ടിൽ നിന്ന് മെല്ലെ ഭൂമിയുടെ വെളിച്ചത്തിലേക്ക് നീ കടന്നു വരികയാണ്. സൂര്യോദയം നിന്റെ ജനനമാണ്, നിന്റെ പ്രസവമാണ്. പിന്നെ ആ സൂര്യൻ മെല്ലെ മെല്ലെ മുകളിലേക്ക് ഉയരുന്നു. അത് വെറുതെ വെറുതെ മെല്ലെ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുകയാണ്. വെറുതെ സൂര്യൻ ഇങ്ങനെ വെളിച്ചം കൂടി കൂടി വരുന്നു. അതുപോലെ നിന്റെ ബാല്യവും നിന്റെ കൗമാരവുമാണ്. മെല്ലെ മെല്ലെ വെളിച്ചം കൂടി കൂടി, കാലിന് ബലം കൂടി, കയ്യിന് ബലം കൂടി, മുഖത്ത് മീശസ്ഥാനം പിടിച്ച് മെല്ലെ മെല്ലെ നിന്റെ ബാല്യവും കൗമാരവുമാണ്. അവസാനം സഞ്ചരിച്ച് സഞ്ചരിച്ച് സൂര്യനിതാ നടുത്തലയുടെ നെടും തലയുടെ മുകളിൽ നട്ടുച്ച നേരത്ത് കത്തിച്ചൊലിച്ചു നിൽക്കുകയാണ്. ആർക്കും അടുക്കാൻ പോലും കഴിയാത്ത സൂര്യന്റെ ചൂടോട് സൂര്യൻ ഇങ്ങനെ കത്തിച്ചൊലിച്ച് നിൽക്കുകയാണ്. പൊന്നുമോനെ, അത് നിന്റെ യൗവനമാണ്. ആർക്കും അടുക്കാൻ കഴിയാതെ കത്തിച്ചൊലിച്ച് തിളച്ചു നിൽക്കുന്ന നിന്റെ യൗവനം. തട്ടുച്ച നേരത്ത് സൂര്യൻ കുതിച്ചു നിൽക്കുന്നത് അത് നിന്റെ യൗവനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ആർക്കും അടുക്കാൻ കഴിയാത്ത യൗവനം, ഒരാളുടെ ഉപദേശം സ്വീകരിക്കാത്ത യൗവനം, ആരുടെ അടുക്കലേക്ക് നന്മകൾ സ്വീകരിക്കാത്ത യൗവനം, ആ യൗവനമാണ് നിന്നെ നട്ടുച്ച നേരത്ത് നിൽക്കുന്ന സൂര്യന്. ഈ ചെറുപ്പക്കാരാ, ആ യൗവനം കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ അങ്ങോട്ട് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കലായി. മെല്ലെ മെല്ലെ സൂര്യന്റെ പ്രകാശത്തിന് കുറവ് വരികയാണ്. സൂര്യൻ മെല്ലെ ക്ഷയിക്കുകയാണ്. അത് നിന്റെ മധ്യവാർദ്ധക്യത്തിലേക്കുള്ള യാത്രയാണ്. നിന്റെ തലമുടി നരക്കുന്നു, നിന്റെ കൈകാലുകൾക്ക് ശക്തി കുറയുന്നു, നിന്റെ കൈകാലുകൾ ബലഹീനമാവുന്നു. അത് നിന്റെ മധ്യവാർദ്ധക്യത്തിലേക്കുള്ള യാത്രയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ മഹനീയമായ വ്യക്തിത്വത്തിലേക്ക് മഹാനവറുകളുടെ ആത്മീയ സാന്നിധ്യം നടന്നു വരികയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, കത്തിച്ചൊലിച്ചു നിൽക്കുന്ന ഈ സൂര്യൻ അത് നിന്റെ യൗവനത്തെയാണ് പ്രസരിപ്പിക്കുന്നത്. ആ സൂര്യൻ മെല്ലെ മെല്ലെ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. സൂര്യന്റെ പ്രകാശം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. നിന്റെ തലമുടി നരക്കാൻ തുടങ്ങുന്നു, നിന്റെ കാല് തളരാൻ തുടങ്ങുന്നു, നിന്റെ ശരീരത്തിന്റെ ശക്തി ക്ഷയിക്കുന്നു. നീ വാർദ്ധക്യത്തിലേക്ക് നടന്നു പോകുന്നു. അവസാനം നിന്നെ മധ്യവാക്യത്തിലെത്തുമ്പോ വൈകുന്നേരമാകുമ്പോ സൂര്യന്റെ പ്രഭ അസ്മിക്കാൻ പോവുകയാണ്. നിന്റെ 50 വയസ്സ് കഴിഞ്ഞു. അവസാനം പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് സൂര്യൻ ഇങ്ങനെ മെല്ലെ മെല്ലെ താടുമ്പോ നിന്റെ സക്കറാത്തിന്റെ വേദനയിൽ നീ പെടയുകയാണ്. നോക്കി നോക്കി നിൽക്കവേ ആ സൂര്യഗോളം അറബിക്കടലിന്റെ തിരമാലകളുടെ ഉള്ളിലെ കൂളിയിട്ട് പോയി. ഇനി സൂര്യനെ കാണുന്നില്ലല്ലോ. നീയുമതാ മണ്ണിന്റെ അടിയിലേക്ക് നടന്നുപോയി. നിന്നെ മേലാരോ മണ്ണിട്ടു മൂടി. ഇനി നിന്നെ കാണാൻ കഴിയുന്നില്ലല്ലോ. സൂര്യാസ്തമനം നിന്റെ മരണമാണ്, സൂര്യോദയം നിന്റെ ജനനമാണ്. മധ്യാഹ്ന നേരത്ത് കത്തിച്ചൊലിക്കുന്ന സൂര്യൻ നിന്റെ യൗവനമാണ്. ഇങ്ങനെ ജനനത്തിൽ തുടങ്ങി മരണത്തിലേക്ക് നടന്നു പോകുന്ന ഏറ്റവും ചെറിയ ഒരു ജീവിതമാണ് അല്ലാഹു നൽകിയത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിന്റെ 2-ാമത്തെ ആയത്ത് പറഞ്ഞത്, അല്ലദീ, അല്ലാഹു ആരെന്നറിയുമോ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. അല്ലദീ ഖലഖൽ മൗത, അവനാണ് മരണത്തെ സൃഷ്ടിച്ചത്. വൽ ഹയാ, അവനാണ് ജീവിതത്തെ സൃഷ്ടിച്ചത്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ഈ ഭൂമിയിലെ ജീവിതത്തെ ഖുർആൻ ഒരു ജീവിതമായി പരിഗണിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ ഒരു സ്ഥലത്തും അതൊരു ജീവിതമായി പരിഗണിച്ചിട്ടില്ല. അല്ലാഹു പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത, അവനാണ് മരണത്തെ സൃഷ്ടിച്ചത്. വൽ ഹയാ,
അവനാണ് ജീവിതത്തെ സൃഷ്ടിച്ചത്. അപ്പൊ യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. മരണത്തിന് മുമ്പുള്ള ഈ ജീവിതത്തെ ഖുർആൻ ഒരു ജീവിതമായി പരിഗണിച്ചിട്ടേയില്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിത് മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ മുൽക്കിന്റെ ആദ്യത്തെ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്തത്. അതൊരു വിശാലമായ അർത്ഥവ്യാപ്തിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. ഒരു പ്രസംഗം നടക്കുമ്പോൾ അവസാനിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുൽക്കിന്റെ 2 ആയത്തുകൾ അതിൻ്റെ വലിയ ഒരു ആശയത്തിലേക്കാണ് നാം ഇനി സഞ്ചരിക്കുന്നത്. ഓരോ ആണും പെണ്ണും മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു നമുക്കത് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ മുൽക്കിൽ അതിൻ്റെ ആദ്യത്തെ 2 ആയത്താണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂര്യ ചന്ദ്രാദി നക്ഷത്രങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചത് വമാനുർസിലു ബിൽ ആയാത്തി ഇല്ലാ തഖ്വീഫ. ചന്ദ്രഗ്രഹണം നടന്നു, എല്ലാം നേർരേഖയിൽ വരുമ്പോ അത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് അള്ളാഹു നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ്സമാഇ വൽ അർളി യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. വകഅയ്യിൻ മിൻ ആയ, എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് ആകാശത്തും ഭൂമിയിലും നിങ്ങൾ കാണുന്നത്, എന്നിട്ടും നിങ്ങൾ അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞു മാറി നിൽക്കുകയാണല്ലോ. നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ, ഏകനായ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ, ഈ ഭൗതികമായ ജീവിതം നശ്വരമാണ് എന്ന് തിരിച്ചറിയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ ഖുർആൻ നമ്മോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണപാഠം. ഖുർആനിന്റെ 114 അധ്യായങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. 6600 പരം വരുന്ന ആയത്തുകൾ നിങ്ങൾ ഗവേഷണം ചെയ്തു നോക്കൂ. ഒരു ഭാഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതികമായ കേവലമായി നാം വിലകെടുക്കുന്ന ഈ ജീവിതത്തെ 60-70 വയസ്സാണ് ആയുസ്സെന്ന് പരിമിതപ്പെടുത്തി പറഞ്ഞതെന്ന് ദുഃഖങ്ങളും പ്രയാസങ്ങളും കടങ്ങളും ബാധ്യതകളും ആകുലതകളും വ്യാകുലതകളും നിറഞ്ഞ ഈ ജീവിതത്തെ ഖുർആൻ ഒരു ജീവിതമായി പരിഗണിച്ചിട്ടേയില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവെന്ന് പറയുന്നത് നിങ്ങളെ വഞ്ചിക്കുന്ന, നിങ്ങളെ ചതിക്കുന്ന ചില സുഖഭോഗ വസ്തുക്കൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശാലമായി വളരെ വിസ്തൃതമായി നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അല്ലാഹു പറയുകയാണ്, ഇവിടെ നിങ്ങൾ ഖുർആനിന്റെ ശൈലി സൂക്ഷിച്ചു നോക്കുക. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവനാണ് മരണത്തെ സൃഷ്ടിച്ചത്. പിന്നെയാണ് അല്ലാഹു പറഞ്ഞത് മരണത്തെ മാത്രമല്ല വൽ ഹയാ, അവനാണ് ജീവിതത്തെ സൃഷ്ടിച്ചു നൽകിയത് എന്ന് പറഞ്ഞാൽ അല്ലാഹു ആദ്യം പറഞ്ഞത് ജീവിതത്തെ അല്ല, ഈ ഭൗതികമായ ജീവിതമാണ് ഖുർആൻ പറഞ്ഞതെങ്കിൽ അല്ലാഹു ആദ്യം പറയേണ്ടത് അവൻ ജീവിതത്തെ സൃഷ്ടിച്ചവനാണ്, അവന് മരണത്തെ സൃഷ്ടിച്ചവനാണ്. അല്ല അല്ല, ഈ ജീവിതം എന്ന് പറയുന്നത് നശ്വരമായ ജീവിതമാണ്. ഇതിനൊരു ജീവിതമായി അല്ലാഹുവിന്റെ ഖുർആൻ പരിഗണിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. ഏറ്റവും പ്രധാനപ്പെട്ട ഭൗതികമായ ജീവിതത്തിനപ്പുറത്തെ ജീവിതം മരണശേഷം നിങ്ങൾ കാണുന്ന പരലോക ജീവിതമാണ്. അല്ലെങ്കിൽ തന്നെ സഹോദരങ്ങളെ, എങ്ങനെയാണ് ഈ ജീവിതത്തെ നമ്മൾ ജീവിതമെന്ന് പറയാൻ കഴിയുക? ഈ ജീവിതത്തെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ജീവിതം നിങ്ങളെ ചതിക്കുന്നതിലെ വസ്തുക്കൾ മാത്രമാണ്. ശരിയാണ്, ശരിയാണ്, ജീവിതമാണ് എന്നെ ചതിച്ചത്. എന്നെ ചതിച്ചത് ജീവിതമാണ്, മരണം എന്നെ ചതിച്ചിട്ടേ ഇല്ല. വളരെ ഗഹനമായി കേൾക്കണേ, എന്നെ ചതിച്ചത് എന്റെ ജീവിതമാണ്, മരണം എന്നെ ചതിച്ചിട്ടേ ഇല്ല. എന്നെ ചതിച്ചത് എന്റെ ജീവിതത്തിലെ കൂട്ടുകാരനാണ്, മരണമെന്ന കൂട്ടുകാരൻ എന്നെ ചതിച്ചിട്ടില്ലല്ലോ. വരാമെന്ന് പറയുന്ന സമയത്ത് വരാതെ എന്നെ കബളിപ്പിച്ചത് എന്റെ ജീവിതത്തിലെ കൂട്ടുകാരനാണ്, പക്ഷേ മരണം എന്നെ ചതിച്ചില്ലല്ലോ. വരാമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ മരണം വന്നല്ലോ, കാത്തിരുമ്പോ തന്നെ മരണം വന്നല്ലോ. ഒരു നിമിഷം പോലും മരണം പിന്തിയില്ലല്ലോ. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ.
ഒരു നിമിഷം പോലും പിന്തിയിട്ടുമില്ല, ഒരു നിമിഷം പോലും മുന്തിയിട്ടില്ല. മരണം നമ്മെ ചതിക്കില്ല സഹോദരങ്ങളെ, സഹോദരിമാരെ. നമ്മെ ചതിക്കുന്നത് ജീവിതമാണ് എന്നെ ചതിച്ചത്, ഭാര്യയാണ് എന്നെ ചതിച്ചത്, ഭർത്താവാണ് എന്നെ ചതിച്ചത്. ജീവിതത്തിൽ പ്രിയങ്കരിയായി ഞാൻ പാതിയായി, ജീവന്റെ പാതിയായി കൊണ്ടു നടന്ന ഭാര്യയാണ് എന്നെ ചതിച്ചത്. ഞാൻ വിശ്വസിച്ചു നടന്ന ഭർത്താവാണ് എന്നെ ചതിച്ചത്. എന്റെ മക്കളാണ് എന്നെ ചതിച്ചത്. എന്റെ മാതാപിതാക്കളാണ് എന്നെ കൈവിട്ട് കളഞ്ഞത്. അല്ലാഹുവേ, അല്ലാഹുവേ, കൂട്ടുകാരാണ് എന്നെ ചതിച്ചത്, വീട്ടുകാരാണ് എന്നെ ചതിച്ചത്, കൂടപ്പിറപ്പുകളാണ് എന്നെ ചതിച്ചത്. മരണം എന്നെ ചതിച്ചിട്ടേ ഇല്ല, എന്റെ മക്കളാണ് എന്നെ ചതിച്ചത്. ഞാൻ താരാട്ടുപാടി വളർത്തിയ മക്കളല്ലയോ എന്നെ ചതിച്ചു കളഞ്ഞത്. ഈ ദുനിയവിയായ ജീവിതം ചതിയുടേതാണ്, ചതിയുടേതാണ്. പിന്നിൽ നിൽക്കുന്ന അമ്മയെ അടുക്കളപ്പുറത്ത് നിന്ന് പുറകിൽ നിന്ന് അടിച്ചു വീഴ്ത്തി മലന്നു വീഴുന്ന അമ്മയുടെ മാറിടത്തിൽ കാലുകുത്തി വെച്ച് കാല് കുത്തിപ്പിടിച്ച് അമ്മയുടെ കരുത്തിൽ ഷാള് മുറുക്കി കൊടുക്കൊലപ്പെടുത്തുമ്പോ മരിച്ചു വീഴുന്ന അമ്മയെ വലിച്ചു കൊണ്ടുപോയി സ്വയം കുടിച്ചു കുടിയിൽ മണ്ണെണ്ണ ഒടിച്ച് കത്തിച്ചാമ്പലാക്കുമ്പോ ആരാണ് സഹോദരങ്ങളെ ഈ ചെയ്തത്? ക്രിമിനലല്ല. ആ മാതാവിന്റെ മാറിടത്തിൽ കാലുകുത്തി നിൽക്കുമ്പോ ആ മാറിടത്തിൽ നിന്നല്ലേ അവൻ അമ്മിഞ്ഞപ്പാല് കുടിച്ചത്. അവൻ ആദ്യം കുടിച്ച അമ്മിഞ്ഞപ്പാല് ഉമ്മാന്റെ മുലപ്പാലിലായിരുന്നല്ലോ. അവിടെ നിന്നല്ലേ അവൻ വിശന്നപ്പോ വാരി കുടിച്ചത്. അവിടെ നിന്നല്ലേ അവൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടന്നപ്പ് കരഞ്ഞപ്പോ ഉമ്മ യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ അവന് പാല് ചുരത്തി കൊടുത്തത്. ആ മാസിയത്തിന് വിശന്നപ്പോഴൊക്കെ അവൻ കുടിച്ചത് ആ കുജകുംഭങ്ങളിൽ നിന്നാണ്. അവിടെ കാല് മുട്ടിപ്പിടിച്ച് അവൻ അമ്മയുടെ കഴുത്തിൽ ഷാള് മുറുക്കി കൊല്ലാൻ പോകുമ്പോ അമ്മ അവസാനം വിളിച്ചതും മോനെ എന്നായിരുന്നുവല്ലോ. അമ്മയുടെ കഴുത്തിലാണ് ഷാള് മുറുക്കിയത്. ആ അമ്മയുടെ കഴുത്തേരെന്നറിയോ? ആദ്യമായി ഊഞ്ഞാല് കെട്ടി നമ്മൾ ആടിയത് ഉമ്മാന്റെ കഴുത്തിലാണ്. എന്റെ ആദ്യത്തെ ഊഞ്ഞാല് മാവിൻ കൊമ്പിലല്ല, എന്റെ ആദ്യത്തെ ഊഞ്ഞാല് പ്ലാവിന്റെ കൊമ്പിലല്ല, എന്റെ ആദ്യത്തെ ഊഞ്ഞാല് പാർക്കിലല്ല. ഞാൻ ആദ്യമായി ഊഞ്ഞാല് കെട്ടിയാടാടിയത് എന്റെ ഉമ്മാന്റെ കഴുത്തിലാണ്. കുഞ്ഞിളം കൈകൾ കൊണ്ട് ഉമ്മാന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ഊഞ്ഞാലാടിയ കഴുത്തിൽ തന്നെ ഷാളിട്ട് മുറുക്കുമ്പോ സഹോദരങ്ങളെ, സഹോദരങ്ങളെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളാണ് എന്നെ ചതിച്ചത്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ദുനിയാവ് നിങ്ങളെ ചതിക്കുന്ന ചില വസ്തുക്കൾ മാത്രമാണ്. മരണം നിങ്ങളെ ചതിക്കില്ല സഹോദരങ്ങളെ. മരണമാണ് കൃത്യസമയത്ത് ചതിക്കാതെ കാത്തിരിക്കുമ്പം വരുന്നത് മരണമാണ്. ആ മരണത്തിന് പിന്തലില്ലല്ലോ. കലാമണ്ഡലം ഗീതാനന്ദന പറയുന്ന മനുഷ്യൻ കഴിഞ്ഞ ആഴ്ച കേരളത്തിന്റെ കലയരങ്ങിൽ നിന്ന് ഒടിഞ്ഞു മാറിപ്പോയി. കഥകളിയുടെ ലാസ്യഭാവങ്ങളെ തന്നെ മുഖത്തിന്റെ നവരസങ്ങൾ കൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത കേരളം കണ്ട മഹാനായ കഥകളിക്കാരനാണ് കലാമണ്ഡലം ഗീതാനന്ദന്. ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്റ്റേജിൽ അദ്ദേഹം കഥകളി ആടിക്കൊണ്ടിരിക്കുമ്പോ ആടി അദ്ദേഹത്തിന്റെ കലാരൂപത്തിൽ പ്രേക്ഷകര് മുഴുവനും മനസ്സൊടുക്കി നിന്നപ്പോ കലാമണ്ഡലം ഗീതാനന്ദ കലാലോകത്തിന്റെ മാസ്മരീക പ്രതിഭ തന്റെ ആട്ടത്തിന്റെ ഇടയിൽ രണ്ട് കൈ കൂപ്പി അദ്ദേഹം നിലത്തേക്ക് തൊട്ടു. ആളുകൾ വിചാരിച്ചു അദ്ദേഹം വേദിയെ അനുഗ്രഹിക്കുന്നതാണെന്ന്, അദ്ദേഹം വേദിയോട് അനുഗ്രഹം തേടുന്നതാണെന്ന്. ഈ ഒരു അകലത്തിൽ കാത്തു നിന്നവർക്ക് പോലും മനസ്സിലായില്ല. ആ മനുഷ്യൻ ആടിക്കൊണ്ടിരിക്കുമ്പോ മരണത്തിന്റെ ദൂതൻ വന്നെന്ന് അടുത്തിരിക്കുന്നവർക്ക് പോലും കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂർ വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. സൂറത്തുൽ വാഖിഅല്ലേ എപ്പോഴും ഓതുന്നതല്ലേ. മരണദൂതൻ അതിന് അടുത്ത് വന്ന് നിന്നിട്ടും വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങൾക്കൊരാൾക്ക് പോലും കാണാൻ കഴിഞ്ഞില്ലല്ലോ. കലാമണ്ഡലം ഗീതാനന്ദൻ കൈകൂപ്പി താഴേക്ക് വീണു. ഇതുപോലെ കണ്ടു നിന്നവര് വിചാരിച്ചു അദ്ദേഹം സ്റ്റേജിനെ വന്നിക്കുകയാണെന്ന്. കുഴഞ്ഞു വീണപ്പോഴാണ് അറിഞ്ഞത് മരണമാ മനുഷ്യനെ കുത്തിപ്പറിച്ചു പോയെന്ന്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഓർക്കുക, നിഴല് പോലെ കൂടെ നടക്കുക
കിടക്കുന്ന ചൈക്കാത്ത മരണത്തെ ഓർമ്മിപ്പിക്കുക. 25 മിനിറ്റ് പ്രസംഗിക്കാനുള്ള ഡീറ്റെയിലും എഴുതിയ പേപ്പറുമായിട്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഉരുക്കു ശക്തിയായി മാറിയ ഡോക്ടർ APJ അബുൽ കലാം പ്രസംഗിക്കാൻ കയറിയത്. ആർക്കറിയാം? അഹമ്മദ് കബീർ ബാക്കവി പ്രസംഗിച്ച് അവസാനിപ്പിക്കുമോ, അതല്ല വാക്കുകൾ ഇവന്റെ തൊണ്ടയിൽ കുടുങ്ങുമോ, ആരും അറിയാതെ ഇവിടെ കുഴഞ്ഞു വീടുമോ? ജീവിതം എന്ന് പറയുന്ന കോമാളിയുടെ നടുവിലൂടെ നടന്നു പോകുമ്പോ ഈ APJ അബുൽ കലാം 25 മിനിറ്റ് പ്രസംഗിക്കാനുള്ള കുറിപ്പുകളും എഴുതിയിട്ടാണ് കയറി നിന്നത്. പാതിവടിയിൽ കുഴഞ്ഞ് താഴേക്ക് വീടുമ്പോ താൻ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതിയത് പോലും പറഞ്ഞു തീർക്കാൻ കഴിയാതെ മരണം തന്നെ കൊത്തിപ്പറിക്കുമെന്ന് APJ അബുൽ കലാമിനെ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോ റാവൽപിണ്ടിയുടെ പൊതു തെരഞ്ഞെടുപ്പ് യോഗത്തിനാണ് ബോംബ് സ്ഫോടനത്തിൽ തകർന്നു പോകുന്നത്. ബേനസീർ മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള 5 മിനിറ്റ് BBC റെക്കോർഡ് ചെയ്ത് കാണിച്ചത് എങ്ങനെയെന്നറിയോ? വാഹനം വന്ന് നിൽക്കുന്നു, റാവൽപിണ്ടിയിൽ കൂടി നിൽക്കുന്ന അനുയായികൾ നേതാവിനെ വിളിക്കുന്നു. ആ കാറിലിരുന്ന് പൊതു തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്യാൻ പോകുന്നതിന് മുമ്പ് മിസ്സിസ് ബേനസീർ ഭൂട്ടോ, സുന്ദരിയായ ബേനസീർ ഭൂട്ടോ തന്റെ ബാഗ് തുറന്നിട്ട് ലിപ്സ്റ്റിക് എടുത്ത് ചുണ്ടിലേക്ക് വെക്കുന്നു. മുഖത്ത് സൗന്ദര്യവസ്തക വസ്തുക്കൾ തേച്ചിട്ട് കണ്ണാടിയിൽ തന്നെ മുഖം നോക്കുന്നു. അപ്പോഴും ബേനസീറിനറിയില്ലല്ലോ ഈ കാണുന്ന ചുണ്ടുകളും മാംസ കഷണങ്ങളായി ചിതറിത്തെറിക്കുമെന്ന്. 2 മിനിറ്റ് കഴിഞ്ഞാൽ തന്റെ ശരീരം ഈ തലച്ചോറ് റോഡിൽ ചിതറുമെന്ന്. ഈ കണ്ണാടിയിൽ കണ്ട മുഖം ഇനി ഒരിക്കൽ കൂടി ഇതേപോലെ കാണാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, അല്ലാഹു ലോകത്തോട് പറഞ്ഞ ഏറ്റവും പരമപ്രധാനമായൊരു കാര്യം, ഈ ജീവിതമൊന്നും ഒരു ജീവിതമല്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവനാണ് മരണത്തെ സൃഷ്ടിച്ചത്, അവനാണ് ജീവിതത്തെ സൃഷ്ടിച്ചതെന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ജീവിതം ഒരു ജീവിതമായിട്ട് പരിഗണിച്ചിട്ടില്ല. ഒരർത്ഥത്തിൽ ഒന്നുകൂടി വിശാലമായിട്ട് പറഞ്ഞാൽ, ഈ ജീവിതത്തെ എങ്ങനെയാണ് ജീവിതമായി പരിഗണിക്കുക? ആഗ്രഹിച്ചതൊന്നും നേടാത്ത ജീവിതം, മോഹിച്ചതൊന്നും കിട്ടാത്ത ജീവിതം, കടങ്ങൾ തലയിൽ വീണ ജീവിതം, രോഗങ്ങൾ അസ്വസ്ഥത ബാധിച്ച ജീവിതം, മനപ്രയാസം മാറാത്ത ജീവിതം, ഒരു ദിവസം പോലും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാത്ത ജീവിതം, ഇതെങ്ങനെയാണ് ജീവിതമാവുക? ജീവിതത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ചതൊക്കെ കിട്ടണ്ടേ, നമ്മൾ കൊതിച്ചതൊക്കെ കൈവെള്ളയിലെത്തണ്ടേ, രോഗങ്ങൾ മാറി നിൽക്കണ്ടേ. എല്ലാം കയ്യിലുണ്ടായിട്ടും രോഗം എന്നെ തിന്നാൻ അനുവദിക്കുന്നില്ലല്ലോ. കോടികൾ ബാങ്കിലുണ്ടായിട്ടും രോഗം എന്നെ വെള്ളം കുടിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് സഹോദരാ, ജീവിതമെന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച ജീവിതമോ? ജീവിതമെന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ജീവിതമല്ല ജീവിതം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, മരണശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം. അവിടെ നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്കുണ്ട്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. അവിടെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിൽ കൊതിച്ചതൊക്കെ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ മരണശേഷമുള്ള സ്വർഗ ജീവിതത്തിൽ രോഗങ്ങളില്ല, കടങ്ങളില്ല, പ്രയാസങ്ങളില്ല, ദുഃഖങ്ങളില്ല, ആകുലതയില്ല. നിന്റെ കണ്ണിലൂടെ ഒരു തുള്ളി കണ്ണീര് പോലും നീ ഒഴുക്കണ്ട. അവിടെ നിനക്ക് ഞാൻ ജീവിക്കാനുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. പച്ചപ്പരവതാനി വിരിച്ച പുൽമേടുകളുടെ താഴ്ഭാഗത്തുകൂടി കാലിൽ കിടക്കുന്ന സുന്ദരി പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലുസ് പോലെ തടം തല്ലിയാത്തൊടുകുന്ന കൊച്ചരുവികളുണ്ടവിടെ, ഒറ്റമുത്തിനാലുള്ള വീടുണ്ടവിടെ, സുന്ദരിയായ പെൺകുട്ടിയുണ്ടവിടെ, ഊഞ്ഞാലാട്ടാൻ തോഴിമാരുണ്ടവിടെ, ആഗ്രഹിച്ച പഴങ്ങളുണ്ടവിടെ, സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കട്ടിലുണ്ടവിടെ. അവിടെ നിന്നെ മനസ്സുകൊണ്ട് കുറ്റപ്പെടുത്താൻ പോലും ഒരാളും അവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് എന്റെ സഹോദരാ, സഹോദരി, ഈ
ദുനിയാവിന്റെ ആഗ്രഹത്തോടും ഈ ഭൂമിയോടുള്ള പ്രണയത്തോടും വിട പറയുക. എന്നിട്ട് അള്ളാഹുവിന്റെ മരണശേഷമുള്ള ലോകത്തിന് വേണ്ടി ഒരുങ്ങുക. ഈ ദുനിയാവിലെ പ്രയാസം ഒരു പ്രയാസമല്ല, ഇവിടുത്തെ പട്ടിണി ഒരു പട്ടിണിയല്ല. അതുകൊണ്ടാണ് ജീവിതം എന്തൊക്കെ പ്രയാസം വന്നാലും അല്ലാഹുവേ 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 ഈ ഭൂമിയിൽ എന്ത് വന്നാലും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ എന്നെ ആഖിറം എനിക്ക് നഷ്ടപ്പെടുത്തല്ലേ അല്ലാ, എന്റെ പരലോകം എനിക്ക് നഷ്ടമാക്കല്ലേ തമ്പുരാനെ. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല ഒരു സംഭവം പറയുന്നുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ, ഇങ്ങനെ പറയാ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാ സ്ഥലം, നിങ്ങൾ നന്നായിട്ട് പറഞ്ഞാൽ ഞാൻ വാളും പറയും. ഇപ്പൊ ദലിത് സാഹിബാണ് വിളിച്ച് എല്ലാവരും പറഞ്ഞു, ഉസ്താദെ കുറേ നേരം പ്രസംഗിക്കണോ. എന്നോട് പറഞ്ഞത് 9 മണിക്ക് പ്രസംഗം തുടങ്ങും, 10:30 ആകുമ്പോൾ തങ്ങൾ വന്ന് ദുആ ചെയ്യും, അപ്പോൾ പോകാമെന്നാണ്. പോവാണോ? ഇൻഷാ അല്ലാഹ്. വലിയ സുഹൃത്താണ്, മസ്കറ്റ് KMCCയുടെ പ്രസിഡന്റാണ്, തളിപ്പറമ്പ് സ്വദേശിയാണ്. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. നല്ലൊരു ദീനീ പ്രവർത്തകനാണ്, ദീനീ സേവകനാണ്, ദീനീ സ്നേഹിയാണ്, പണ്ഡിതന്മാരോട് വലിയ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളുമാണ്. അള്ളാഹു ആ ബന്ധങ്ങളെ നിലനിർത്തി തരട്ടെ. എല്ലാവരും പോവാ? ആ ശരി. അടുത്ത ജമാഅത്ത് ഭാരവാഹികളൊക്കെ ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്. ഒരു 2 വർഷമായിട്ടൊരു ഡേറ്റ് ചോദിക്കാനാണ്, എന്നാണ് കൊടുക്കാൻ പറ്റി. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഞാൻ അത്ര വലിയ ആളൊന്നും അല്ല, വലിയ തിരക്ക് അഭിനയിക്കലുമല്ല, പിന്നെ ജീവിതം നമ്മളെ തിരക്കാക്കും. അപ്പോൾ ഈ ഡേറ്റ് തരാൻ പറ്റാത്ത ആളുകളൊന്നും പിണങ്ങരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സൗഹൃദ ബന്ധം ഡേറ്റിൻ്റെ മുകളിലാണ് വരും. ഇന്നിപ്പോൾ ബായാറെന്ന് വന്ന് ഡേറ്റ് ചോദിച്ചു, അപ്പുറത്തുമൊക്കെ ചോദിച്ചു, എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ സൗഹൃദ ബന്ധങ്ങളെ, സ്നേഹത്തെ ഒരു ഡേറ്റ് അദ്ദേഹം ചോദിച്ചിട്ട് തന്നില്ലല്ലോ എന്ന് പറഞ്ഞില്ലാതാക്കരുത്. മാത്രമല്ല, ഞാനിപ്പോൾ ഒരു വലിയ പ്രൊജക്റ്റിൻ്റെ പുറകിലാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ഈ ഭൂമിയിലൊക്കെ ജീവിച്ചിരുന്നു എന്ന് പിൽക്കാലത്ത് വരുന്ന ആളുകൾ അറിയണ്ടേ? വേണ്ടേ? നമ്മുടേതായിട്ട് എന്തെങ്കിലും ഉണ്ടാവണം. നമ്മൾ ഖുർആൻ്റെ പ്രചാരകരാവണം. ഖുർആൻ ഒരു വെളിച്ചമാണ്. ആ വെളിച്ചം ലോകത്തിൻ്റെ മുമ്പിൽ പരത്തി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ എന്നോട് പറഞ്ഞത് 9 മണിയാകുമ്പോൾ പുസ്തകം പ്രസംഗം തുടങ്ങില്ല, 8:30 തുടങ്ങുക, 10:30 ആകുമ്പോൾ തങ്ങൾ വരെ പുസ്തകം നിർത്താം, ലാസ്റ്റ് ദുആ തങ്ങളാണെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ നേരെ തിരിഞ്ഞിട്ട് പണ്ടൊരു തീപ്പെട്ടി ഉണ്ട്, ഉൾട്ടാ പുൾട്ട. അങ്ങനെയാണ് ആ തീപ്പെട്ടിയുടെ പുകളിലെ കവറിൻ്റെ പേരെങ്ങനെയാണ്, 2 സിക്കുകാരെ തല കൊടുത്തിട്ട് 2 തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കും, ഉൾട്ടാ പുൾട്ട എന്നാണ്.